പ്രധാന പരിഗണന കൊടുക്കേണ്ടത് അത്തരം കാര്യങ്ങൾക്കാണ് എന്നുള്ള ബോധവും എല്ലാ ഘട്ടത്തിലും മനസ്സിലുണ്ടായിരുന്നു. ഏറെക്കുറെ ആര്യയും ആ നിലയിൽ തന്നെയാണ്. എന്തായാലും ഇത്തരക്കാർ ജനപ്രതിനിധികളായി വരുന്നത് നമുക്ക് കേരളത്തിലെ സാധാരണക്കാരന് ദോഷം തന്നെയാണ്. ഇവരൊക്കെ ജനങ്ങളെ സേവിക്കാനല്ല വരുന്നത്. ഇത്തരക്കാരായ ധാർഷ്ട്യക്കാരായ അഹങ്കാരികളായ ആൾക്കാർ ഒരിക്കലും ജനപ്രതിനിധികളായി വരാൻ പാടില്ല. വളരെ ചെറിയ പ്രായത്തിലാണ് ആര്യ ഒരു വലിയ ഉത്തരവാദിത്തത്തിലേക്ക് വന്നത്. ആ നിലയിൽ ഉത്തരവാദിത്തം ഭംഗിയായി നിറവേറ്റാൻ വേണ്ടി കഴിയണം. ബാലുശ്ശേരിയിൽ സച്ചിൻ ദേവ് പരാജയപ്പെടുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. എന്തായാലും അതും വളരെ സന്തോഷം തരുന്ന ഒന്ന് തന്നെയാണ്. അതിന്റെ പിന്നിൽ ഈ ആര്യ രാജേന്ദ്രന്റെ പങ്ക് എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല. ചില നേരത്തെ സത്യങ്ങൾ നുണയായിട്ടേ മറ്റുള്ളവർക്ക് തോന്നും. ഇതുവരെയുള്ള ആര്യയുടെ ജീവിതത്തിൽ സച്ചിൻ ദേവ് എന്ന വ്യക്തിയുടെ സ്വാധീനം എത്രത്തോളം ഉണ്ടായിട്ടുണ്ട്? തിരുവനന്തപുരം മുൻ മേയർ ആര്യ രാജേന്ദ്രന്റെ ഭർത്താവ് കൂടിയായ സച്ചിൻ ദേവിന്റെ പരാജയത്തിന് പിന്നിൽ ആര്യയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളുടെ നീണ്ട നിര വലിയ സ്വാധീനം ചെലുത്തിയെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ആറ്റിങ്ങൽ രാമകൃഷ്ണന് തെറ്റില്ല മോനെ, ശനി വരുന്നത് ഈ വഴിക്ക് തന്നെ. ശനി കൊണ്ടേ പോവും. ആര് കൊള്ളും? ഞാൻ തന്നെ കൊള്ളും. CPM-ന്റെ ഉറച്ച കോട്ടയായ ബാലുശ്ശേരിയിൽ അപ്രതീക്ഷിത രാഷ്ട്രീയ ഭൂകമ്പം. സിറ്റിംഗ് MLA-യും CPM-ന്റെ യുവതാരവുമായ KM സച്ചിൻ ദേവിനെ നിലംപരിശാക്കി UDF സ്ഥാനാർത്ഥി VT സൂരജ് ഉജ്ജ്വല വിജയം കൈവരിച്ചു. വലിയ സ്വാധീനമാണ് സച്ചിനേട്ടൻ എൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, അത് വ്യക്തിപരമായ എൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, ഔദ്യോഗികമായ കാര്യങ്ങൾ ചെയ്യുന്നതിലും. എന്തായാലും ഇനി കെട്ടിയവനും കൂടി വീട്ടിലിരിക്കാവുന്ന ഒരു അവസ്ഥയിലാണ്. സച്ചിൻ എന്ന വ്യക്തി നൽകിയ സ്വാധീനം, അല്ലെങ്കിൽ അദ്ദേഹം ചെലുത്തിയിട്ടുള്ള സ്വാധീനം വളരെ വലുതാണ്. കാരണം വ്യക്തിപരമായിട്ടും നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു പെൺകുട്ടി സമൂഹത്തിൽ ഉയർന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ചില ആളുകളുടെ പ്രയാസങ്ങൾ, അതൊക്കെ എന്നെ ബാധിക്കാതെ പലപ്പോഴും പോയിട്ടുള്ളത് സച്ചിനേട്ടൻ അതിന് വളരെ പോസിറ്റീവായി കാര്യങ്ങൾ പറഞ്ഞു തന്നുകൊണ്ടാണ്. ആണുങ്ങളായാലേ അല്പ സ്വല്പം നാണോ മാനൊക്കെ വേണം. യുവജനങ്ങളുടെയും സാധാരണക്കാരുടെ ഇടയിൽ ആര്യ സച്ചിൻ ദമ്പതികൾക്കെതിരെ രൂപപ്പെട്ട വികാരം UDF തരംഗമായി മാറുകയായിരുന്നു. മാത്രമല്ല VT സൂരജിന് അർഹതപ്പെട്ട വിജയം കൂടിയാണ്. ഒരു സാധാരണ ഇനിയെങ്കിലും നോക്കി കണ്ട് നടന്നില്ലെങ്കിലേ അവള് നിന്നെയും കൊണ്ടേ പോകൂ, ഉറപ്പാ.